ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇത് ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1ൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് ആദ്യം കണ്ടിട്ട് വരിക, അപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ 3 വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താ ബയോമോളിക്യൂൾസ്, പിന്നെ ബയോമോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ്, മെറ്റാബോളിസം എന്താണ്, മെറ്റാബോളിസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു, ആൻറ്റബോളിസം കാറ്റബോളിസം ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി നമ്മൾ നോക്കാൻ പോണത് എൻസൈംസും അതുപോലെ ഹോർമോൺസും എന്താണെന്നാണ് നോക്കാൻ പോണത്. നമ്മൾ കേട്ടിട്ടുണ്ട് എൻസൈംസ്, ഹോർമോൺസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെ നിന്നാണ് കേട്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടോ പ്രോട്ടീൻസിൻ്റെ കാര്യത്തിലാണ് എൻസൈംസ്, ഹോർമോൺ, ആൻറ്റിബോഡീസ് എന്നൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് എൻസൈം, എന്താണ് ഹോർമോൺസസ് ഒക്കെ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം എൻസൈം എന്താണ്. എൻസൈം ആർ ദ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ countless chemical reactions that take place in the organism every moment. Most enzymes are proteins. Salivary amylase present in the saliva and pepsin present in the gastric juices are example for enzymes. Enzymes are the molecules which help to speed up the countless chemical reactions that take place in the organism every moment. Enzymes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾസ് ആണ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഓർഗാനിസം എവ്രി മൂമെൻറ്റ്. നമുക്ക് എണ്ണാൻ പോലും തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത അത്രയും കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് സ്പീഡപ്പ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് എൻസൈംസ് എന്താണ്? പ്രോട്ടീൻസ് ആയിരിക്കും. അതേപോലെ സലൈവറി അമലൈസ് എവിടെ കാണുന്നത്? സലൈവയിൽ കാണുന്നു. പെപ്സിൻ എവിടെ കാണുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസിലൊക്കെ കാണുന്നു. ഇതൊക്കെയാണ് എൻസൈംസിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ എൻസൈമിൻ്റെ എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സലൈവറി അമലൈസ് ഇൻ സലൈവ ആൻഡ് അതേപോലെ പെപ്സിൻ ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ എൻസൈംസസ്. അപ്പോൾ എൻസൈംസ് എന്താ ചെയ്യുന്നത്? സ്പീഡപ്പ് ചെയ്യുന്നു അല്ലേ? എന്ത് സ്പീഡപ്പ് ചെയ്യുന്നു? കുറേ കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ ഓർഗാനിസത്തിൽ നടക്കുന്ന എവ്രി മൂമെൻറ്റിൽ ചെറിയൊരു മൂമെൻറ്റിൽ നടക്കുന്ന കൺട്രോളബിൾ ആയിട്ടുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നതിനെയാണ് എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സസ്, ടെസ്റ്റോസ്റ്റിറോൺസ്, ഈസ്ട്രോജൻ and progesterone that control the function of sex organs are examples for hormones. ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കെമിക്കൽ മോളിക്യൂൾസ് ആണ്. കെമിക്കൽ മോളിക്യൂൾസ് എന്ത് റെഗുലേറ്റും അതുപോലെ ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ, ഗ്രോത്ത്, അങ്ങനെ ഓരോരോ ബയോളജിക്കൽ പ്രോസസ്സിനെ കൺട്രോളും അതേപോലെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഹോർമോൺസ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ എൻസൈംസസ് വേണ്ടേ? അപ്പോൾ പ്രൊഡ്യൂസ് ബൈ ദ വേരിയസ് ഗ്ലാൻസസ്, കുറേ ഗ്ലാൻസസ് ആണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ദാറ്റ് ആർ കൺട്രോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ദ ഈ പ്രൊജസ്ട്രനും ഈസ്ട്രജനും അതേപോലെ ടെസ്റ്റോസ്റ്റിറോൺസൊക്കെ എന്താണ്? സെക്സ് ഓർഗൻസിനെയൊക്കെ അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഹോർമോൺസസ്. അതൊക്കെയാണ് ഈ ഹോർമോൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജന്, പ്രൊജസ്ട്രോൺസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗ്ലാൻസിൽ നിന്നാണ് ഈ ഹോർമോൺസ് ഉണ്ടാകുന്നത്. ഹോർമോൺസ് എന്താ ചെയ്യുന്നത്? റെഗുലേറ്റ് ആൻഡ് ദ കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസ്സ് നടത്താനും അത് ഒരു പരിമിതി വരെ റെഗുലേറ്റ് ചെയ്യാനുമായിട്ടാണ് ഈ ഹോർമോൺസസ് സഹായിക്കുന്നത്. അപ്പോൾ എൻസൈംസ് എന്താണെന്നും ഹോർമോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് സർട്ടൻ ഫാക്ടേഴ്സ് നെസസറി ഫോർ ദ മെറ്റാബോളിസം ഇൻ ലിവിങ് ഓർഗാനിസം ആർ സിന്തസൈസ്ഡ് ഇൻസൈഡ് ദ സെൽസ്. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത്, ഹാവ് യു എവർ തോട്ട് ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽസ്? ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള എന്താ പറയുക, എന്തായാലും ഒരു പുറത്തുള്ള സബ്സ്റ്റൻസസ് എങ്ങനെയാണ് ഉള്ളിലെത്തുന്നത് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൽ ഓരോന്ന് യൂണിസെല്ലുലറായിട്ടുള്ള അമീബ, അനിമൽസ്, പ്ലാന്റ്സ്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻസൈഡ് ദ സെല്ലിലേക്ക് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്?
നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് അല്ലേ, പറയേണ്ട കാര്യമല്ല. അപ്പോൾ അമീബയുടെ ജസ്റ്റ് ഒരു ചിത്രമുണ്ട്. അപ്പോൾ ആ ചിത്രം നോക്കുക. അതിൽ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള സെല്ലിൻ്റെ ഇൻസൈഡ് ഭാഗത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമീബയുടെ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രൻസസ്. സെൽ മെംബ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് വേണ്ട, ഈ പുറത്ത് കാണുന്ന ഈ ബോർഡർ പോലെ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, സെൽ മെംബ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് സബ്സ്റ്റൻസസ് ഉള്ളിലേക്ക് എത്തുന്നത്, സൈറ്റോപ്ലാസത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ്, സൈറ്റോപ്ലാസത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഇൻസൈഡ് ദ സെല്ലിൻ്റെ ഇൻസൈഡിൽ എത്തുന്നു. അപ്പോൾ എങ്ങനെ സൈറ്റോപ്ലാസത്തേക്ക് എത്തുന്നത്, എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം. സബ്സ്റ്റൻസസ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ ഈ പുറത്ത് നമ്മുടെ ചുറ്റും കാണുന്നതിനാണ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് ഉള്ളിലേക്ക് എങ്ങനെ എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിലുള്ള സബ്സ്റ്റൻസസ് എന്താ പറയുക, എവിടേക്ക് സൈറ്റോപ്ലാസത്തേക്ക് എൻ്റർ ചെയ്യുന്നത്, ഏത് വഴിയാണ് എൻട്രി ചെയ്യുന്നത്, സെൽ മെംബ്രെയിൻ വഴിയാണ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് അമീബയിൽ. ഇനി എനിമൽസിൽ എങ്ങനെ നോക്കാം, എക്സ്റ്റേണൽ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലേ, സബ്സ്റ്റൻസസ് റിസീവ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ചസ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഫ്രം ദർ ഇറ്റ്സ് എൻ്റർ ടു ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻസ്. ഇവിടെയും സെൽ മെംബ്രെയിൻസ് വഴിയാണ് എത്തുന്നത്, പക്ഷേ ഒരാൾ എക്സ്ട്രാ വരുന്നുണ്ട്, അവിടെ വരുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ സബ്സ്റ്റൻസസിന് എൻവിയോൺമെൻറ്റിലുള്ള നമ്മുടെ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ കാണുന്ന സബ്സ്റ്റൻസസിന് കുറേ ചേഞ്ചസൊക്കെ ഉണ്ടായിട്ട് എവിടെ എത്തുന്നു, എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഫ്ലൂയിഡിലെത്തുന്നു. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് നമ്മുടെ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസിക്ക് ഏത് വഴി എത്തുന്നത്, സെൽ മെംബ്രെയിൻസ് വഴിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുക, അത് നമ്മൾ സെൻറ്റൻസിൽ എങ്ങനെ എഴുതാം നോക്കാം. സബ്സ്റ്റൻസസ് ദാറ്റ്സ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നു. ആ ഇലമെൻസസിന് കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് അത് എവിടെ എത്തുന്നു, എക്സ്റ്റേണൽ ഫ്ലൂയിഡിലെത്തുന്നു, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തുന്നു. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് നമ്മുടെ സൈറ്റോപ്ലാസത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്, സെൽ മെംബ്രെയിൻസ് വഴി. സെൽ മെംബ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡർ ലൈക്ക് സാധനത്തിനെയാണ് സെൽ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഷേപ്പും നമ്മുടെ സെൽസിന് ഷേപ്പൊക്കെ കൊടുക്കുന്നതാണ് സെൽ മെംബ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻസ് വഴി സൈറ്റോപ്ലാസത്തേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഫുൾ സെൻറ്റൻസ് പറയാം. സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ചസ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഫ്രം ദർ ഇറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം. അവിടെ നിന്ന് സൈറ്റോപ്ലാസത്തേക്ക് എത്തുന്നു. ഈ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്, സെൽ മെംബ്രെയിൻസ് വഴിയാണ്. ഇനി പ്ലാന്റിൽ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ ഇൻസൈഡ് സെൽസിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. കുറേ വേരിയസ് മീൻസസ് ഉണ്ട്, വേരിയസ് പ്രോസസ്സ് വഴി അല്ലെങ്കിൽ വഴി നമുക്ക് അത് എത്താൻ പറ്റുന്നു. ത്രൂ ദ സെൽ വാൾസ് ആൻഡ് ത്രൂ ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. സെൽ വാൾ വഴിയും അതുപോലെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴിയും എന്തെത്തിക്കോളാം, സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ് റീച്ചസ് ടു ദ സൈറ്റോപ്ലാസം. അതുപോലെ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് ദ അഡ്ജസൻറ്റ് സെൽസിൽ കണക്റ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ വഴി എത്തുന്നു. സൈറ്റോപ്ലാസ്മിക് കണക്ഷനെ പറയുന്നതാണ് പ്ലാസ്മോഡെസ്മാറ്റ. അതുവഴിയും നമുക്ക് എന്തെത്തും, ഈ സൈറ്റോപ്ലാസത്തിലേക്ക് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിലുള്ള സബ്സ്റ്റൻസസ് കയറാം. ഫ്രം വൺ സെൽ ടു ദ അനദർ ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻസ് വഴി ഒരു സെൽസിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് എത്തുന്നു. ഏത് വഴി, പ്ലാസ്മ മെംബ്രെയിൻസ് വഴി. അങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനിമൽസിൽ ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് serve as an internal environment. The internal environment of the plants consists of cell walls and other compounds such as extracellular fluids and air sac between the cells. Keep the combination of the internal environment consist is called as homeostasis. Homeostasis need to be maintained for the smooth functioning of metabolism. Disruption of the chemical composition of the internal environment can be threatening to life. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിമൽസിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞല്ലോ, ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് അവിടെയെന്ന്. ആ എക്സ്ട്രാ എൻവിയോൺമെൻറ്റിൽ കാണുന്ന ആ ഫ്ലൂയിഡിനെ പറയുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്.
അത് നമ്മുടെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് എത്താനായിട്ട് എന്ത് സഹായിക്കുന്നു? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സഹായിക്കുന്നു. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ സെൽ വാൾസ് കാണുന്നു, കോമ്പൗണ്ട്സ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് കാണുന്നു, എയർ സാക്സ് കാണുന്നു. അതൊക്കെ നമ്മുടെ സെൽസസിൻ്റെ ബിറ്റ്വീനായിട്ട് കാണുന്നു. ഈ കോമ്പോസിഷൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ആ കോമ്പോസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഹോമോസ്റ്റാറ്റിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻ ഫോർ ദ സ്റ്റൊമക്ക് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ മെറ്റാബോളിസത്തിൻ്റെ സ്മൂത്ത് ഫങ്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹോമോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്താ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഈ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാബോളിസത്തിൻ്റെ സ്മൂത്ത് ഫങ്ഷന് വേണ്ടിയിട്ട് ഹോമോസ്റ്റാറ്റിസ് തന്നെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഹോമോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ കാണുന്ന കമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ എൻസൈംസസ്, എന്താ ഹോർമോൺസ് എന്ന് പഠിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അമീബയിലും അതുപോലെ തന്നെ എനിമൽസിലും പ്ലാന്റ്സിലൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവിയോൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റൻസസ് ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, സൈറ്റോപ്ലാസത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.